ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ മൈസൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് പോവുകയാണെന്നാണ്. അപ്പോൾ ഇതേ നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയിലിപ്പോൾ നല്ല തിരക്കുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഗവൺമെൻറ് ഇ പാസ് കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. ഇ പാസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംഭവം ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഓൺലൈനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എത്ര പേരാണുള്ളത്, നമ്മുടെ വണ്ടി നമ്പർ എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ അഡ്രസ്സ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ പാസ് കിട്ടും. ഈ തിരക്കൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു ഇ പാസ് ഇപ്പോൾ കമ്പൽസറി ആക്കിയത്. എനിക്ക് തോന്നുന്നു ജൂൺ വരെ എന്തോ ഉള്ളൂ ഇ പാസ് കമ്പൽസറി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഊട്ടി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾ റൂംസ് പ്രീ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ വന്നിട്ട് റൂം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമായിരിക്കും. നമ്മൾ അങ്ങനെ കുറച്ച് ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള റൂം എടുക്കേണ്ടി വന്നു. ഒരു ചെറിയ റൂമാണെങ്കിലും അത് കുറച്ച് പ്രൈസി ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വന്നു. തണുപ്പുണ്ടോ? ഇല്ല. എന്താ തണുപ്പില്ലാത്ത? സോക്സ് ഇല്ലാതെ താഴെ ഇറങ്ങിയപ്പോൾ തണുപ്പ് വന്നല്ലേ? അപ്പം നമുക്കിട്ട് സോക്സ് ഒക്കെ ഇട്ട് നമുക്കിട്ട് മേല് കഴുകി അല്ലേ, ചൂടുവെള്ളത്തിൽ. അപ്പൊ തണുത്തോ? പിന്നെ എന്തിനാ ഇത്ര നേരം കരഞ്ഞേ? അമ്മയ്ക്കാണോ തണുത്തത്? പിന്നെന്താ? അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മയും ഞാൻ റെഡിയാക്കി, ഞാൻ റെഡി ആവട്ടെ. 1 മിനിറ്റ്. അയ്യോ, തലവെളിയിടരുത്. ഇവിടെ ഇങ്ങനെ വെക്കണം. തലവെളിയിട്ട വേറെ വണ്ടി വരുമ്പോൾ വന്ന് ഇടിക്കൂലേ? ഇടിക്കൂടാ, വണ്ടി പോകും. ഇവിടെ ഇരുന്നാൽ മതി നീ. ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ടാണ് നമ്മളെല്ലാവരും കിടന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് റെഡിയായി വന്നപ്പോഴത്തേക്കും 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് എങ്ങൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും മീൽസാണ്, ഇനി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ മോദീസ് കഫേയിൽ വന്നു. മോദീസ് കഫേ പോകണമെന്ന് ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി കയറിയപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് ഊട്ടി ചെല്ലുമ്പോൾ മോദീസ് കഫേ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മോദീസ് കഫേ കണ്ടപ്പോൾ അവിടെ കയറി. രാവിലെ മധുരം കഴിക്കാൻ എല്ലാവർക്കും വലിയ മൂഡൊന്നും ഇല്ല. പക്ഷേ രാവിലെ അല്ല കേട്ടോ, ഉച്ചയായി. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ അവരുടെ ക്ലാസിക് ഹോട്ട് ചോക്ലേറ്റും ചുറോസും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ഗാർലിക് ബ്രെഡ് ടോസ്റ്റും ഓർഡർ ചെയ്തായിരുന്നു. ചൂട് ചോക്ലേറ്റിന് ഉണ്ടാവില്ല, കൊച്ചിന് ചൂടുണ്ടാവും. എനിക്ക് തടാം. മോദീസ് ഇവിടെ വൺ ഓഫ് ദി ഫേമസ് ആൻഡ് ബെസ്റ്റ് സ്റ്റോറാണ്. പണ്ട് തൊട്ടേ ഒരു 10-75 വർഷമായിട്ട് ഊട്ടിയിലുള്ള ഒരു സ്റ്റോറാണ്. ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ്സും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്റ്റോറും ഉണ്ട്. അതല്ലാതെ ഒരു കഫറ്റേരിയ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചുറോസ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സ്വീറ്റ് ടൂത്ത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചുറോസ് ഇഷ്ടപ്പെടും. വിത്ത് ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ. ക്ലാസിക് ഹോട്ട് ചോക്ലേറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പേഴ്സണലി പറയുവാണെങ്കിൽ ഗാർലിക് ടോസ്റ്റ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവരുടെ എല്ലാം ഫ്രഷ്ലി മെയ്ഡ് ആണ്. അപ്പം നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അവരുടെ ഫുഡിൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഊട്ടി വർക്കി മേടിച്ചു. ഊട്ടി വർക്കി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കുക്കീസിന്റെയും മറ്റേ പഫ്സിന്റെ മേളത്തെ കോട്ടിംഗ് ഇല്ലേ, അതിന്റെയും ഇടയ്ക്കുള്ളൊരു സാധനം. ഒരു സ്വീറ്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുന്ന അത്രയും മധുരമില്ല. പക്ഷെ ഇത് നമ്മൾ ചവയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതിനൊരു മധുരം കിട്ടുന്നത്. ഫസ്റ്റ് ബൈറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് മധുരം കിട്ടിയെന്ന് വരില്ല. മോദീസ് കഫേക്ക് 1-ലേറെ ഔട്ട്ലെറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിലുള്ള കഫേയിലാണ് പോയത്.
നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അകത്തൊന്നും കയറുന്നില്ല, പക്ഷെ നമ്മൾ ഫ്രണ്ടിലുള്ള കടകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നല്ല തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഫ്ലാഷ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പൊ തന്നെ നല്ല തിരക്ക്. അപ്പൊ നമുക്ക് എന്തായാലും വിശപ്പ് അടങ്ങിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് മാഗിയും ബ്രെഡ് ഓംലെറ്റും ഓർഡർ ചെയ്തു ഒരു കടയിൽ നിന്ന്. എന്താണെന്ന് അറിയത്തില്ല, ഈ തണുപ്പ് ക്ലൈമറ്റിൽ മാഗി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ആണ് ഹൈലൈറ്റ് കേട്ടോ. ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിലുള്ള ഈ പുള്ളിയുടെ കടയാണ്. പുള്ളി സീസണിൽ മാത്രമേ ഈ കട ഇടത്തോളം എന്നാണ്. പക്ഷെ എന്താണെങ്കിലും അവിടുന്ന് ബ്രെഡ് ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനത് പറയുകയും ചെയ്തു പുള്ളിയുടെ അടുത്ത്. ഊട്ടിയിൽ ബൊട്ടാനിക്കൽ ഗാർഡനും അതേപോലെ ഊട്ടി ലേക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പം ഇനി കാണാത്ത സ്ഥലങ്ങൾ കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് കൂണൂരോട്ടാണ്. ഇത് മാഹിനും സനയും പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ രണ്ടുപേരും പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കൂണൂരോട്ട് പോവാം. ഇവിടെ ആളില്ല, കടയിലെ ആളില്ല. അപ്പൊ ഞാനാണ് ഇനി അടുത്തത് വെട്ടാൻ പോണത്. എത്ര കരിക്ക് വേണം? 2 എണ്ണം. ആ മറ്റേ കൊടുവാള് വെച്ച് അങ്ങനെ വെട്ടും വന്നിട്ട്. ഒരെണ്ണം മതി. അതെ, പിടിച്ചോ. ഇത് അങ്ങനെ ഹെവി സാധനം. ഇത് കുടിച്ച് ചരിത്രത്തിൽ ഇത് കുടിച്ച ഒരുപാട് പേർക്ക് വയറിന് പ്രശ്നം വന്നിട്ടുള്ളത്. എന്ത് സാധനം നോക്കിട്ടാ നമുക്കിട്ട് ഉറങ്ങി. വെള്ളാണോ അത്? ഇത് ഇവര് സെപ്പറേറ്റ് കലക്കി വെക്കുന്ന ദാരിദ്ര്യാണ്. നീ ഇതിനാണ് 50 രൂപ പറഞ്ഞത്, ആ ചെറുതിനാണ് 50 രൂപ പറഞ്ഞത്. അല്ല അത് വലിയ ചെറുതല്ലേ. പാനി എന്ത് പാനിയാ? ഈ പാനി എന്ത് പാനിയാ? ചെറുതെടുത്താണ്. ഞാൻ വെട്ടിയാലും വെട്ടുള്ളൂ. മധുരം ഉണ്ടോ? ആ മധുരമുണ്ട്. ചുണ്ണാമ്പിന്റെ എങ്ങനെയുണ്ട്? അല്ല ഇതല്ല ശരിക്കും വേറെ ടൈപ്പ്. നമ്മുടെ ഭാഗത്ത് എറണാകുളത്തേക്ക് കിട്ടും. ഇവിടെ ഇത്തിരി ഇതാണ്. ഇത് മറ്റേ ഇത് വേറെ സെപ്പറേറ്റ് വെള്ളം കലക്കിയിട്ട് ചെയ്യണ പരിപാടിയാ. ഇവനെയും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അതായത് ഉണ്ടോ, ഇതാണ് ആളിട്ടാ. കിട്ടിയാ? അത് കൈയിട്ടെടുത്തോ എന്നിട്ട് ആ വെള്ളം കളഞ്ഞേക്കും. വേണ്ട കാണാം. ഓടിച്ചു വിട്ടതാണ്. ദൈവമേ, അയാൾ എന്ത് ധൈര്യത്തിലാണ് അയാൾ അതിന്റെ മുമ്പിൽ പോയി നിൽക്കണം മിക്കവാറും. അതെന്താ ചെയ്യണേന്ന് നോക്കിട്ട് ആരാ അത് പിന്നെ അങ്ങോട്ട് തന്നെയാ പോണത്. ബൈസനെ കൊണ്ടുപോകാനാണ് ആംബുലൻസ് വന്നത് കേട്ടോ. അത് ആരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ കൊണ്ടുപോട്ടെ. ഓ സനു ചിന്തിക്കുന്ന പോലെ സനുവിനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ. നല്ല രസമുണ്ട്. എനിക്കാണിത് ചേരുന്നത്. അമ്മി ഉറങ്ങുന്നോണ്ടാണ് എനിക്ക് വെക്കാൻ പറ്റുന്നത്. പോയി ഊട്ടിയിൽ പോയില്ല, മൈസൂര് പോയായിരുന്നു. നമ്മൾ കൂണൂര് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലോട്ടാണ് ആദ്യം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. കാരണം സമയം ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. ഈ ഒരു ഹോൾ ട്രിപ്പിൽ നമ്മൾ ഫുഡ് അടിക്കുന്ന സമയം എല്ലാം മാറി മറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഉച്ചയ്ക്ക്, ലഞ്ച് കഴിക്കുന്നത് വൈകിട്ട്, ഡിന്നർ കഴിക്കുന്ന ഓൾമോസ്റ്റ് പാതിരാത്രി നേരം വെളുക്കാറാകുമ്പോഴൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പം ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഇത് കോയമ്പത്തൂരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ആ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ നിഗമനം കറക്റ്റ് ആണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആ സ്ഥലം ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ റോക്ക് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വരുന്നത്. മായനും സനുവും ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഈ റെസ്റ്റോറൻറ്റ് ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയത്. എല്ലാവരും നമ്മളെ പോലാന്ന് തോന്നുന്നു. എല്ലാവരും വൈകുന്നേരം തോന്നുന്നു ലഞ്ച് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. ആ ഇരിക്കുന്നവർ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. കളറ് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. കാട്ടിലാണോ? ഇത് തേയിലത്തോട്ടമാണ്. നമ്മൾ ചായ കുടിക്കില്ലേ, കട്ടൻ ചായ? ഇതിന്റെ ഇല വെച്ച് നമ്മള് കട്ടൻ ചായ കുടിക്കണേ. ഓക്കെ, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഡോൾഫിൻ സ്നോസിലോട്ടാണ് പോകുന്നത്. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ചൈനീസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നേരത്തെ സനുവും മായനും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിലും ഗംഭീരമായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഗംഭീരമായിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമായി, നല്ല ഫുഡാണ്. അപ്പം നമുക്ക് പോവാം. നമ്മൾ ഡോൾഫിനോസ് എത്താറായപ്പോഴത്തേക്കും ഒരു ചേച്ചി കൈ കാണിച്ചിട്ട് 100 രൂപ പാർക്കിംഗ് ഫീ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാർക്കിംഗ് ഫീ കൊടുത്തു. പാർക്കിംഗ് ഫീ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ ഈ 100 രൂപ കൊടുത്തിട്ട് റോഡ് സൈഡിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിനാണ് ഈ 100 രൂപ അവർ മേടിച്ചത്. അത് ഭയങ്കര ഒരു സ്കാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പോയിന്റിലോട്ട് കയറാനും എൻട്രി ഫീ ഉണ്ട്, 30 രൂപ അഡൾട്ട്സിനും. പിള്ളേർക്കാണെങ്കിൽ 10 രൂപ. അമീഡ് അത്രയുള്ള പിള്ളേർക്കൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും 30 രൂപയുടെ ഒരു എൻട്രി ഫീ എടുത്തിട്ട് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളവർ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ദ വ്യൂ ഫ്രം ഹിയർ ഈസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. പക്ഷേ നമ്മൾ ഡോൾഫിനോസിലോട്ട് വരുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ ഒരു വ്യൂ വിസിബിൾ ആയിരുന്നു. ഒരു 360 ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു 320 ഡിഗ്രി ആംഗിളിൽ ആ വന്ന വഴി കണ്ട വ്യൂ ഒക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 30 രൂപ വാങ്ങിച്ച് കയറ്റുന്നത്. അത് ഓക്കെ, 30 രൂപ എടുത്ത് നമുക്കൊരു വ്യൂ പോയിന്റ് കയറുന്നത് പ്രശ്നമില്ല. പക്ഷേ ആ 100 രൂപ കാർ പാർക്കിങ്ങിലാണ് ഞങ്ങൾക്ക് അമർഷം വന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയ തേയിലത്തോട്ടം. ഇവിടെ നിന്നുള്ള വ്യൂ നല്ലതാണ്. ഇത് ആക്ച്വലി ആ വ്യൂ പോയിന്റിലോട്ടുള്ള എൻട്രൻസിന് മുന്നേ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിതൊരു ചെറിയ സ്കാമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഡോൾഫിനോസ് കണ്ടതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ യൂക്കാലിപ്റ്റസ് ഓയിലില്ലേ, അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ചെറിയ സെറ്റപ്പ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നത് ലാംസ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. നമ്മൾ ലാംസ് റോക്ക് കയറാൻ പോകണം. മാഹീൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ലാംസ് റോക്ക്. ചെന്നിട്ടില്ലെങ്കിലാണ് ഡോൾഫിൻ ഇല്ല, ഞാൻ തിരിച്ചു വന്നു. എന്താ അഡൾട്ട് 30 രൂപ, ചിൽഡ്രൻ 10 രൂപ. വാ. ഡോൾഫിനോസ് ദുരന്തമായിരുന്നു. ഇനി ഇതെന്താണ്? ഇവിടെ നിന്നാൽ മതിയോ? അത് കാണാറുതേ. ഇവിടുന്നും ഒരു വ്യൂ പോയിന്റ്. മായനും സനുവും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അവർ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ റെസ്റ്റ് എടുക്കാം, നമ്മളോട് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അയ്യോ, കാട്ടിക്കൂടാണല്ലേ പോണ്ടത്. ചീവികളുടെ മാത്രം സൗണ്ടേ ഉള്ളൂ. സൗണ്ട് കേൾക്കണം.
ഇപ്പൊ ചീവിഴിഞ്ഞിൽ ഒക്കെ കേൾക്കുന്ന കമ്മിയുടെ സൗണ്ടാണ്. ഇതെല്ലാം പോകും കേട്ടോ. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കയറാൻ. ചെറുമാമല്ലടാ, മാഹിമാമൻ. പിന്നെ ഒരു ആന്റിയും സനുമാമന് സനുവും അവർക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യെന്ന് പറഞ്ഞു. നടക്കിനി അമ്മേ. വെരി നൈസ്. നമുക്ക് റെസ്റ്റ്. ഇതെനിക്ക് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഡോൾഫിൻ നോസിനെയും കാട്ടി ഫാർ ഫാർ ബെറ്ററാണ്. കാട്ടിക്കൂടുള്ളൊരു അഡ്വഞ്ചറസ് യാത്ര. ലാൻസ് റോക്ക് മേളിൽ പോയിട്ട് വ്യൂ എന്താ നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്തോ ചോദിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മറ്റേ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മളോട് എന്തോ ചോദിക്കാനായിട്ട് ഡെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ചോദിച്ചില്ല. കുറച്ച് നോർത്ത് ഇന്ത്യൻ പിള്ളേരാണെന്ന് തോന്നുന്നു. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ആ ഡോൾഫിൻ നോസിൽ പോയതിൻ്റെ വിഷമം മാറിയത് ഇപ്പോഴാണ്. എന്തോ ഞാനും വരട്ടെ, വൺ ലാസ്റ്റ് ടൈം. ഓക്കെ, ഇത് നമ്മൾ മോസ്റ്റ് പ്രൊബബ്ലി തിരിച്ച് എറണാകുളത്തിന് പോകുമായിരിക്കും. ഓ, ഇവിടെ നിന്നുള്ള സ്റ്റെപ്പ് ഒരു ലെവലില്ല കേട്ടോ. സംഭവിക്കണ്ടേ. ഓ, ഇവിടെ ഇറങ്ങി പോകാനാന്ന് തോന്നുന്നു. ചിറങ്ങാം. കോടയൊക്കെ ഉള്ളപ്പോൾ അടിപൊളിയാണ് കാണാൻ. നമ്മൾ സമ്മർ ടൈമിലാണല്ലോ വന്നത്. മായിനൊക്കെ പണ്ട് വന്നത് ക്രിസ്മസ് ടൈമായിരുന്നു, ഡിസംബർ. അപ്പോൾ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോഴും അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. വന്ന വഴിയല്ല പോകണ്ടേ, അതുവഴിയാണോ? ഓ, ഒരു മനുഷ്യനില്ല കേട്ടോ, എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാൻ കയറി വന്നേ. ഇനിയിപ്പോൾ ഈ വഴിയാണ് പോകണേന്ന് കണ്ണേട്ടാൻ പറയണം, എനിക്കറിയില്ല. പോയി നോക്കാം. ആ പിള്ളേർ ഏത് വഴി ഇറങ്ങിപ്പോയോ എന്തോ, ഒന്നും കണ്ടില്ല. ഇതുവഴിയാ വഴിയെന്ന് കണ്ണേട്ടനോട് ആര് പറഞ്ഞ്? ഇതുവഴി ഇറങ്ങുന്നതെന്ന് ആര് പറഞ്ഞ്? ഇതുവഴി വഴി കിടക്കുന്നുണ്ട് പോയതാണെന്ന്. ബെസ്റ്റ്. വേറെ വല്ല കാട്ടിലും ചെല്ലുമോ? അവിടെ വേറെ വ്യൂ പോയിന്റാ. അവിടെ മനുഷ്യന്മാരൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു സമാധാനമായി. മായന ഉറങ്ങി. മായനെ മായനെ അടിപൊളി. നിങ്ങൾ കാണാത്ത കുറെ പുതിയ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉരുൾപൊട്ടലില് വന്നതാണെന്ന്. ആ, 2-3 മാസം മുന്നേ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വന്നതാണ്. ആ, കേറി, എല്ലായിടം കേറി. ഡോൾഫിൻ ഹൗസ് ഒരു കാര്യം ഉണ്ടായി നമ്മള് പോകണ്ട. ഇത് അടിപൊളിയാ.
അടിപൊളി, എനിക്ക് ഇഷ്ടമായി. പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു. വേറെ എക്സ്പീരിയൻസ്. ഓപ്പോസിറ്റ് നിനക്ക് ഓടി വന്നൂടായിരുന്നോ? നീ അത് വിശ്വസിച്ചല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അന്നേരം പറഞ്ഞതായിരുന്നു. അയ്യോ കഴിഞ്ഞില്ലേ? ഊട്ടി യാത്ര ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതെ, ഇനി നേരെ മേട്ടുപ്പാളയം വഴി, കോയമ്പത്തൂർ വഴി, പാലക്കാട് വഴി, എറണാകുളം വഴി, ചക്കരപ്പറമ്പ് വഴി, ചക്കരപ്പറമ്പ് വഴി ചളിക്കവട്ടം. അതെ, That comes to the end of a beautiful vacation. 3 ദിവസം ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പോയി. എല്ലാ ട്രിപ്പും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിൽ പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് ട്രിപ്പ്. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്.